കുട്ടികളെ ഗുഡ് മോർണിംഗ്. രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇത് സിറ്റ് ഔട്ടിലൊരു ചെടിയാണ്. ഇന്ന് രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു കറി വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് രാവിലെ നമ്മൾ ചാള മീൻ കിട്ടിയത്. അങ്ങനെ ചാളയും കൊണ്ടുള്ള വേറൊരു രീതിയിലുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കളറിനുള്ള മുളകും പിന്നെ കുറച്ച് ഉള്ളിയും അതുകൂടാതെ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണേ. അതിലോട്ട് കുറച്ച് ഫിഷ് മസാലയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട്. 2 ജീരകവും കൂടി ഇട്ട് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചച്ചവ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് തേങ്ങ ചിരകി ഇതും കൂടി ഇതിലോട്ട് ഇട്ടു. ഇപ്പം നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ ചട്ടിക്ക്, അതുകൊണ്ട് അതും കൂടി ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ ഒരേ രീതിയിൽ കറി കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മാറ്റമൊക്കെ വേണ്ടതെന്ന് എല്ലാവരും ആഗ്രഹിക്കൂലേ. അപ്പം ഞാൻ ഓരോരോ രീതിയിൽ ഓരോ ദിവസം വെക്കുമ്പം ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ അവരങ്ങനെ കഴിക്കുന്നു. അങ്ങനെ നന്നായി ഞാൻ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് പിന്നെ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അത് ഞാനൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. അത് തിളച്ചതിന് ശേഷം ഞാൻ നമ്മളുടെ ചാളമീൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വേകുന്നവരെ നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയൊക്കെ വന്നു. ഒരു ചാളമീനൊന്നും വേകാൻ അങ്ങനെ വലിയൊരു സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെന്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പായി. അങ്ങനെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ മൂടി വെച്ചു. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ ഫ്രൈ ഒന്നുമല്ല കേട്ടോ, ചെറുതായിട്ടൊരു ഫ്രൈ, നമുക്ക് മാത്രം കഴിക്കാമല്ലേ. അങ്ങനെ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് നമുക്ക് കടലപ്പൊടിയായിരുന്നു കേട്ടോ. കടലപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ഞാനത് റെഡിയാക്കുന്നത്. അങ്ങനെ തിളയ്ക്കുന്ന വെള്ളത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കോളിഫ്ലവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വറ്റപ്പൊടിയും അതുകൂടാതെ കടലപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചാന്ത് പോലെ ആക്കിയെടുക്കാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചാന്ത് പോലെ ആക്കിയെടുത്തു. എന്നിട്ട് ഞാൻ നമ്മുടെ കോളിഫ്ലവർ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്താൽ കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് പറ്റിക്കോട്ടെ. അങ്ങനെയൊക്കെ പറ്റിയിട്ടായിരിക്കുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് തിരിച്ചു മറിച്ച് വിടാമല്ലോ. അങ്ങനെ എണ്ണയിൽ അങ്ങനെ മുങ്ങിക്കിടക്കൊന്നും വേണ്ട. മുങ്ങിക്കിടക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കറുമുറാന്നിരിക്കും. അങ്ങനെ കറുമുറാന്നൊന്നും വേണ്ട, നമുക്കൊരു ഹാഫായിട്ടിരിക്കും. അങ്ങനെ അതങ്ങനെ വേകാൻ വെച്ച സമയത്തേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കയും ഒക്കെ ഇട്ടിട്ട് ഞാൻ അതും ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോഴാണ് 2 പപ്പടം കൂടി ഇടുമെന്ന് മോൻ പറയുന്നത്. അപ്പോൾ പിന്നെ വേറെ പപ്പടം ആക്കണ്ടല്ലോ അമ്മ, അതൊന്ന് പപ്പടം എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഒരു 1-2 പപ്പടം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ടു. അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു. ക്യാപ്സിക്കൻ്റെ കൂടെ പപ്പടവുമായി. പിന്നെ ഇതിലോട്ട് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പിന്നെ ഇതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഒന്നും കൂടി നമുക്കൊന്ന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ കോളിഫ്ലവറുമായി നമ്മുടെ അതിനോട് കൂടി നമ്മൾ പപ്പടമായി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ മഴക്കാലത്ത് ഉണ്ടാക്കി കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു രസമാണ്. അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു മുട്ട ഫ്രൈ ആക്കി. മുട്ടയിൽ ക്യാരറ്റ് ഇട്ടിട്ടാണ്. പിന്നെ ചമ്മന്തിപ്പൊടിയും പിന്നെ അച്ചാറും പിന്നെ നമ്മുടെ ചാളമത്തി സ്പെഷ്യലും. ചാളമത്തിക്ക് ചാറിന് നല്ല രുചിയാവും കേട്ടോ. അതായത് വഴറ്റിയെടുത്ത തക്കാളിയും പൊടികളൊക്കെ കൂടിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കോളിഫ്ലവറും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഊണ് കഴിച്ചു. പിന്നെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ജോലിയൊക്കെ ചെയ്യാമെന്ന് വെച്ച് വീട് നീറ്റാക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളൊക്കെയാണ്. ഇത് ചെറിയതായിരുന്നു കേട്ടോ. ഞാനിത് വാങ്ങിക്കുമ്പോൾ ഈ സർപ്പപ്പോള ഇപ്പോൾ അതൊക്കെ വലുതായി. ഇത് പുതിയ 2 സീതാപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്.